Hey, it's Niju. Welcome back to Root Cinemas. ഇന്നത്തെ വീഡിയോ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ ലൈറ്റിംഗിന്റെ ബ്രേക്ക് ഡൗൺ ആണ്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫുട്ടേജ് കാണാം. അതിനുശേഷം അതിന്റെ ലൈറ്റിംഗ് ബ്രേക്ക് ഡൗൺ അതുപോലെ യൂസ് ചെയ്യുന്ന ഗിയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ സ്റ്റൈൽ സ്റ്റുഡിയോ ലൈറ്റിംഗ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന പല യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ലൈറ്റിംഗ് ആണ്. അത്യാവശ്യം പോപ്പുലറായ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് വളരെ ലിമിറ്റഡ് സ്പേസ് ഉള്ള ഒരു സ്റ്റുഡിയോ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ലൈറ്റ് വളരെ അനുയോജ്യമായിരിക്കും. ഇതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്ത ഗിയേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്ങിന് വേണ്ടി നാൻലൈറ്റിൻ്റെ Pavotube RGB LED ട്യൂബ് ലൈറ്റ്, മെയിൻ കീ ലൈറ്റിന് വേണ്ടി Godox UL150 LED കോപ്പ് ലൈറ്റ് ഒരു സോഫ്റ്റ് ബോക്സിലാണ്. അതിലൊരു ഗ്രിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു റിഫ്ലക്ടർ ഓൺ എ സി സ്റ്റാൻഡ്, ഒരു ബൂം സ്റ്റിക്ക് ഉപയോഗിച്ച് ഗോബോ ഹെഡ് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആമസോണിൻ്റെ ബേസിക് സ്റ്റാൻഡ്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 5 o'clock പൊസിഷനിൽ കീ ലൈറ്റ്, സബ്ജക്റ്റിൻ്റെ പുറകിലായി RGB ലൈറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായി ഒരു റിഫ്ലക്ടറും 6 o'clock പൊസിഷനായി നമ്മുടെ ക്യാമറയും. ആദ്യം നമുക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് മാത്രം ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് മെയിൻ ലൈറ്റാണ് ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമ്മുടെ റിഫ്ലക്ടറാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ റിഫ്ലക്ടർ ഒരു ഫിൽ ലൈറ്റിൻ്റെ റോളാണ്. മെയിൻ ലൈറ്റ് നമ്മൾ സബ്ജക്റ്റിനെ സോഫ്റ്റായിട്ട് ഫെദർ ചെയ്താണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ ലൈറ്റിൽ നിന്നുള്ള ഒരു വലിയ സ്പില്ലുണ്ടാവും. ഈ സ്പില്ല് റിഫ്ലക്ടർ വരികയും ആ റിഫ്ലക്ടറിൽ നിന്ന് നമ്മൾ ഒരു ഫിൽ ലൈറ്റായിട്ട് ഈ സ്പില്ലാണ് യൂസ് ചെയ്യുന്നത്. ഒരു റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡ് ഫിൽ ലൈറ്റ് പൂർണ്ണമായി ഒഴിവാക്കാം. ഈ ഒരു റിഫ്ലക്ടർ സി സ്റ്റാൻഡിൽ ബൂം സ്റ്റിക്ക് വിത്ത് ഗോബോ ഹെഡിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത്തരത്തിലുള്ള ആക്സസറീസ് ലൈക്ക് ഗ്രിപ്പ്, ഗോബോ ഹെഡ്സ്, ക്ലിപ്സ് ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിച്ചാൽ നല്ല സ്പീഡിൽ ലൈറ്റ് ചെയ്യാനും അതുപോലെ ലൈറ്റിംഗ് പൊസിഷൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റും. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. അതുപോലെ ലിമിറ്റഡ് സ്പേസ് നല്ല ക്രിയേറ്റീവായ രീതിയിൽ ലൈറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം ആക്സസറീസ് എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചാൽ. ഈ ഒരു സ്റ്റൈൽ ലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റിൻ്റെ പ്ലേസ്മെൻ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് അത് ലിറ്റ് ചെയ്യുന്ന വോളും തമ്മിൽ നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. ഈ ഡിസ്റ്റൻസ് കുറയും തോറും ലൈറ്റിൻ്റെ സ്പിൽ അതുപോലെ കളറിൻ്റെ ഗ്രേഡിയൻ്റെ ഒരു റേഞ്ച് കുറഞ്ഞു പോകും. അതുപോലെ തന്നെ മെയിൻ കീ ലൈറ്റ് പൊസിഷൻ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സ്പില്ല് ചെയ്യാതെ നോക്കുക. പറ്റുമെങ്കിൽ ഈ സോഫ്റ്റ് ബോക്സിൽ ഒരു ഗ്രിഡ് യൂസ് ചെയ്യും. കീ ലൈറ്റിൻ്റെ സ്പിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിൻ്റെ കളർ സ്ട്രെങ്ത് കുറയും. ഞാൻ യൂസ് ചെയ്ത ലൈറ്റ് 3200 കെൽവിനിൽ ഒരു 2 മീറ്ററിൽ 44 ലക്സ് പവറേ ഉള്ളൂ. കീ ലൈറ്റിൻ്റെ സ്പിൽ നന്നായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് RGBയുടെ ആക്ച്വൽ ഫുട്ടേജ് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു സ്റ്റൈൽ ലൈറ്റിങ്ങിന് നമുക്ക് മെയിൻലി വേണ്ടത് RGB ലൈറ്റാണ്. ഞാൻ യൂസ് ചെയ്ത് Pavotube ആണ്. നാൻലൈറ്റിൻ്റെ 5C, പിന്നെ അപ്പാർച്ചറിൻ്റെ MC, ഗോഡക്സിൻ്റെ പോക്കറ്റ് RGB, അങ്ങനെ ഒരുപാട് ലൈറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. RGB പോക്കറ്റ് ലൈറ്റിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ $35 to $250 ആണ്. നിങ്ങളുടെ കയ്യിൽ RGB ലൈറ്റ് ഇല്ലെങ്കിൽ CTO കളർ ജെൽസ് ഉണ്ട്. ഈ CTO കളർ ജെൽസ് വെച്ചിട്ട് നമുക്ക് ഈ ലൈറ്റ് റീക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ചിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് നാൻലൈറ്റിൻ്റെ Pavotube ആണ്. ഇതിൽ CCT ആൻഡ് HSI മോഡുണ്ട്. CCT എന്ന് പറഞ്ഞാൽ കോറിലേറ്റഡ് കളർ ടെമ്പറേച്ചർ 27 Kelvin to 6500 Kelvin റേഞ്ചിലുള്ള കളർ ടെമ്പറേച്ചർ നമുക്ക് CCT മോഡിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിങ്ങിന് ഞാൻ യൂസ് ചെയ്ത HSI മോഡാണ്. HSI മോഡിൽ നമുക്ക് ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ, ഇതിൻ്റെ ഹ്യൂ ആൻഡ് സാറ്റുറേഷനും നല്ലൊരു റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവരും കളർ കറക്ഷൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഹ്യൂ ആൻഡ് സാറ്റുറേഷൻ. സെയിം കളർ ടോൺ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. CCT, HSI അല്ലാതെ ഇതിൽ കുറച്ചേറെ ഓപ്ഷൻസ് ഉണ്ട്. എഫക്ട്സ് ഉണ്ട്. പോലീസ് കാർ, ഇതിപ്പോൾ പോലീസ് കാർ എഫക്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതിൽ സ്ട്രോം ഉണ്ട്, ഹ്യൂ പ്ലസ് ഉണ്ട്, CCT പ്ലസ് ഉണ്ട്, ഹ്യൂ ഫ്ലാഷ് ഉണ്ട്, CCT ഫ്ലാഷ് ഉണ്ട്. ലൂപ്പിൽ നമുക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റും. CCT ലൂപ്പിൽ ലൈറ്റ് ചെയ്യാൻ പറ്റും. ഹ്യൂ ലൂപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. വെൽഡിങ് എഫക്ട്സ്, ഫയർ വർക്ക്സ്. ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നൊരു ലൈറ്റാണിത്. $130 അടുത്താണ് ഇതിൻ്റെ പ്രൈസ്. ഇപ്പം നമുക്ക് ലിമിറ്റഡ് സ്പേസ് ഉള്ള ലൊക്കേഷനിൽ മാഗ്നറ്റ് യൂസ് ചെയ്ത് ഈ ലൈറ്റ് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും സ്ക്രീൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഒരു 6 feet ഒരു ലൈറ്റാണ്. സോ ഇതായിരുന്നു നമ്മുടെ യൂട്യൂബ് ലൈറ്റിംഗ് വീഡിയോ. നിങ്ങളുടെ കയ്യിലുള്ള ലൈറ്റ് വെച്ച് ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. കണ്ടന്റ് അത്യാവശ്യം സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.